275 വർഷങ്ങൾക്ക് ശേഷം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുതിയ സ്വർണ്ണ താഴികക്കുടങ്ങളുടെ മഹാകുംഭാഭിഷേക ചടങ്ങുകൾ പൂർത്തിയായി. താഴികക്കുടങ്ങളുടെ സമർപ്പണത്തിന് പുറമെ വിശ്വസേന വിഗ്രഹത്തിന്റെ പുനഃപ്രതിഷ്ഠ, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം എന്നിവയും നടന്നു. ഭക്തരുടെ വലിയ തിരക്കാണ് രാവിലെ മുതൽ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. 275 വർഷങ്ങൾക്ക് ശേഷം ഈ താഴികക്കുടങ്ങൾ പുതിയതായി സ്ഥാപിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നത്. പ്രധാനമായും താഴികക്കുടങ്ങളുടെ സമർപ്പണം, വിശ്വക്സേന വിഗ്രഹത്തിന്റെ പുനഃപ്രതിഷ്ഠ, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം എന്നിവയാണ് ഇന്ന് ഒരുമിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൂജാവിധികളോടുകൂടി നടന്നത്. എങ്ങനെയുണ്ടായിരുന്നു ചടങ്ങുകളൊക്കെ ദർശിച്ചു? ഒരു ചരിത്രപരമായി അത് ദിവ്യാനുഭൂതിയായിരുന്നു ആക്ച്വലി. കാരണം 274 അത്ര വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നൊരു കുംഭാഭിഷേകമാണ് ആക്ച്വലി. എന്ത് തോന്നുന്നു? ദർശനമൊക്കെ സുഖമായിരുന്നു? ദർശനം സുഖമായിരുന്നു. ആക്ച്വലി എനിക്ക് സുഖമില്ല, എന്നാലും ജീവിതത്തിൽ ഇതുപോലെ ഇനി നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തൊഴാനുള്ള ഒരു അനുഗ്രഹം കിട്ടി. എന്ത് തോന്നുന്നു സാർ? വളരെ ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷി. ഈ ജന്മം 240 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു അമ്പലത്തിൽ, ക്ഷേത്രത്തിൽ ഇത് നടക്കാറുള്ളതെന്ന് പറഞ്ഞു. നമുക്ക് ഈ ജന്മം ഇത് കാണാനും ഭഗവാനെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുവാനും അടുത്ത തലമുറ നന്നായിരിക്കുവാനും ഈ ലോകം നന്നായിരിക്കുവാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. 275 വർഷത്തിന് ശേഷമാണ്, 79 വർഷത്തിന് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം വരികയാണിത്. ഇത് ഭയങ്കര അപൂർവമായ ഒരു എന്താ പറയുക, നമ്മുടെ ഭാഗ്യമാണ്. ഇനി ഒരു 2 തലമുറ കൂടി കാണാൻ പറ്റില്ല. ടി വി वाला सब भी आके अच्छा मेहरबानी करके हम लोगों को विश कर रहे हैं ना, उसको भी अच्छा करने दो भगवान. Happy occasion and this is the very significant date. We are witness the Kumbhabhishekam. Thank you very much. ഭഗവാന്റെ ഈ ദർശനം എന്ന് പറയുന്ന അപൂർവ ഭാഗ്യമാണ്. അതെല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല. ഭയങ്കര സന്തുഷ്ടയാണ് ഞാനതിൽ, ഭയങ്കര സന്തുഷ്ടയാണ്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ സാധിക്കുമെന്ന്. ദർശനം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സുഖമായിട്ട് ദർശനം ചെയ്തു. ഭഗവാനെ കാണാൻ പറ്റി, ആ സ്വർണ്ണ വിഗ്രഹത്തിൽ നിന്ന് കാണാൻ പറ്റി. വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും ഈ ഭക്തർ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും സന്തോഷകരമായ നിമിഷം, അതിന് സാക്ഷ്യം വഹിച്ചതിന് ശേഷമാണ് അവർ പുറത്തേക്ക് വന്നത്. ഇപ്പോൾ ശ്രീകോവിലിന് മുകളിൽ 3 സ്വർണ്ണ താഴികക്കുടങ്ങളും ഒറ്റക്കൽ മണ്ഡപത്തിൽ മുകളിൽ ഒരു താഴികക്കുടവുമാണ് സ്ഥാപിച്ചത്. ഈ ചടങ്ങുകളോടനുബന്ധിച്ച് വലിയ സുരക്ഷ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. പോലീസിന്റെ വലിയ സുരക്ഷാ വലയത്തിൽ തന്നെയായിരുന്നു. ഭക്തർ കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറത്തു നിന്നും ധാരാളം ഭക്തർ ഇന്ന് പത്മനാഭസ്വാമിയുടെ ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിന്, ഈ പൂജ ഒക്കെ ദർശിക്കുന്നത് വേണ്ടി എത്തിയിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഗവർണർ ഉൾപ്പെടെയുള്ളവർ രാവിലെ ഈ 7:30 കൂടി തന്നെ ക്ഷേത്രത്തിൽ എത്തി ഈ പൂജാവിധികളൊക്കെ കഴിഞ്ഞ് പൂജാ പ്രതിഷ്ഠയും മഹാകുംഭാഭിഷേകവും ഒക്കെ ദർശിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്നും മടങ്ങിയത്.